പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇന്ന് ദൈവവചനത്തിലെ ഒരു പ്രത്യേക മേഖലയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശ്രദ്ധയെ വിളിക്കുകയാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കഠിനമായ പാപങ്ങളിൽ ഒരു പാപമാണ് നിസ്സംഗത. ഒന്നാം പ്രമാണത്തിന് എതിരായ പാപമാണ് നിസ്സംഗത. മന്ത്രവാദം, കൂടോത്രം, ആഭിചാരക്രിയകൾ, കുട്ടിച്ചാത്തൻ സേവ, ഇങ്ങനെയുള്ള മാരകമായ ഒന്നാം പ്രമാണ ലംഘനങ്ങളിൽപ്പെട്ട പാപത്തിൻ്റെ മുമ്പന്തിയിൽ ഏറ്റവും ആദ്യം വരുന്ന പാപമാണ് നിസ്സംഗത. അതിനുശേഷമാണ് ബാക്കി പാപങ്ങൾ വരുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2094 ഖണ്ഡികയിൽ സഭ ദൈവമക്കളെ പഠിപ്പിക്കുന്നത് ഒന്നാം പ്രമാണ ലംഘനത്തിലെ ദൈവസ്നേഹത്തിന് എതിരായ പാപങ്ങളിലെ ഏറ്റവും തലയെടുപ്പുള്ള പാപമാണ്, ഏറ്റവും ഘനമേറിയ പാപമാണ്, ഏറ്റവും ഗൗരവമുള്ള പാപമാണ് നിസ്സംഗത. ആ ഗണത്തിലെ ഏറ്റവും ആദ്യത്തെ പാപമാണ് നിസ്സംഗത. നിസ്സംഗത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് തിന്മയാണെന്ന് അറിഞ്ഞിട്ട് അത് സാരമില്ലെന്ന് പറഞ്ഞ് മൗനം പാലിച്ചിരിക്കുക, നിസ്സംഗത. ഇന്നും നിസ്സംഗത പെരുകി പെരുകി അതങ്ങോട്ട് കൊടികുത്തി വാഴുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിസ്സംഗത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ സംസാരിക്കുന്നതും ഒരു കാര്യം കാണുമ്പോൾ അതിനെ തിരുത്തുന്നതും അത് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ക്ഷമയ്ക്കെതിരായ തിന്മയല്ല. ഒരുപാട് ക്രിസ്ത്യാനികൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊരു കാര്യം കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതെന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണത്, അല്ലെങ്കിൽ ഒരു കാര്യം ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ ഉടനെ അതിനെതിരെ അത് അങ്ങനെയല്ല, ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ലാത്ത കോലാഹലത്തിന് പോകും. അത് നമ്മുടെ ക്ഷമയ്ക്കെതിരാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ട് ക്ഷമിക്കാനല്ലേ, നമ്മൾ കർത്താവ് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാനല്ലേ, നമ്മൾ എന്തിനാണ് കോലാഹലത്തിന് പോണേ? ഇങ്ങനെയാണ് പല ആളുകളുടെ ഉള്ളിൽ പിശാച് കൊടുത്തിരിക്കുന്ന നുണച്ചിന്ത. അതുകൊണ്ട് മിണ്ടാതിരുന്ന് എന്തായി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവവചനപ്രകാരം ക്ഷമ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ക്ഷമ എന്ന് പറഞ്ഞാൽ വീരുത്വമോ ഭയത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നിശബ്ദതയല്ല. ക്ഷമ പവറാണ്. ക്ഷമ ശക്തിയുടെ മൂർധന്യത്തിൽ, ശക്തിയുടെ ആ മാഹാത്മ്യത്തിൻ്റെ മുകളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സുഹൃതമാണ്. വീരുത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് വരുന്ന നിശബ്ദതയോ മൗനമോ അല്ല ക്ഷമയെന്ന് പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ ചിന്തിച്ച് നോക്കിയ കർത്താവിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുക. ആ പീലാത്തോസിൻ്റെ അവിടെ വെച്ച് ഒരു പടയാളി കർത്താവിന് മുഖത്തടിച്ചിട്ട് ഇങ്ങനെയാണ് പ്രധാന പുരോഹിതനോട് മറുപടി പറയണമെന്ന് ചോദിച്ചു. അപ്പം തന്നെ കർത്താവ് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ അടിച്ചത്? ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുണ്ടെങ്കിൽ പറയുക. അങ്ങനെ തിരിച്ചു പറയണത് അല്ല, അങ്ങനെ ചോദിച്ചത് ക്ഷമയ്ക്കെതിരാന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് ചെയ്താലും, ആരെന്തൊക്കെ ദൈവദൂഷണം പറഞ്ഞാലും, ബ്ലാസ്ഫമി, ഇന്ന് ബ്ലാസ്ഫമി, മതനിന്ദ, വിശ്വാസ നിന്ദ, ദൈവനിന്ദ, ഇത് കട്ട പിടിക്കുകയാണ്. കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതെ കണ്ണും പൊട്ടി നടക്കുകയാണ്, വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കുകയാണ് നമ്മൾ. മതനിന്ദ, ദൈവനിന്ദ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വലിയ ഔന്നത്യത്തിൽ എത്തിച്ചേരാൻ ദൈവം ആഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവവിശേഷമാണ്, ഒരു തിന്മ കണ്ടാൽ ആ തിന്മയാണ് നിങ്ങൾ പറയണം, വാ തുറന്ന് പറയണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയണത് ഇങ്ങനെയാണ്: നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടണം, നിങ്ങൾ സംസാരിക്കണം. സഭയുടെ പിതാക്കന്മാർ നമുക്ക് നൽകുന്ന നിർദ്ദേശം എങ്ങനെയാണ്? നിങ്ങൾ ഒരു വഴക്ക് കൂടിയെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള സത്യം നിങ്ങൾ അടുത്തുള്ള ആരോട് പറയണം. ഒരു മൂകതയുടെ ആത്മാവ് ബാധിച്ചിരിക്കുകയാണ്, മൂകതയുടെ ആത്മാവിനെ സഭ ശാസിക്കുകയാണ്. ഒരു വഴക്ക് കൂടിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം നിങ്ങൾ അടുത്ത ആളോട് പറയണം. നിങ്ങളങ്ങനെ പറയുമ്പോൾ സ്വർഗം അതിന് സഭാഷ് പറയുന്നുണ്ട്, സ്വർഗം അതിനെ അംഗീകരിക്കുന്നുണ്ട്.
മാത്രമല്ല സ്വർഗം അങ്ങനെ സംസാരിക്കുന്നവർക്ക്, അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തിരുത്തേണ്ടതിനെ തിരുത്തി, ശാസിക്കേണ്ടതിനെ ശാസിച്ച്, വഴക്ക് പറയേണ്ടത് വഴക്ക് പറഞ്ഞ്, പിന്നെ ശക്തിയോടെ ഡിഫെൻഡ് ചെയ്യേണ്ട സത്യത്തെ ഡിഫെൻഡ് ചെയ്ത്, സത്യത്തെയും വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്ത് പോകുമ്പോൾ സ്വർഗം അതിനെ അംഗീകരിക്കുന്നുണ്ട്. വിശ്വാസം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവനേക്കാൾ വിലയുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസിയുടെ ജീവനേക്കാൾ വിലയുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, മൂകതയുടെ ആത്മാവ് ബാധിച്ച് മൂകത കയറി മൂകത അങ്ങോട്ട് പൂത്തൊലഞ്ഞ് ഇപ്പം നമുക്ക് ഒരു പ്രത്യേക അവസ്ഥയാണ്. സംഖ്യയുടെ പുസ്തകത്തിലെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട 2 ദാസന്മാരുടെ പേരുകളാണ്. ഒന്ന് കാലബ്, 2 ജോഷുവ. അവർ ഇസ്രായേൽ ജനത്തിലെ ആളുകളാണ്. ഇസ്രായേൽ പൗരന്മാരിൽ നിന്ന്, ദൈവവിശ്വാസികളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ചൈതന്യം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ബൈബിളിൽ ഇവരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായം 8-9 വാക്യങ്ങൾ ദൈവവചനം പറഞ്ഞിങ്ങനെയാണ്: ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ ജീവനോടെ ഇരുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചു. 6 ലക്ഷം യോദ്ധാക്കളിൽ ബാക്കി എല്ലാവരുടെയും ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചു, മരിച്ചു വീണു മരുഭൂമിയിൽ. ഈ 2 പേർ മാത്രമേ ജീവനോടെ ദൈവം വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് കാലുകുത്താൻ, ജീവനോടെ ഇരിക്കാൻ ദൈവം അനുവദിച്ചുള്ളൂ. ഇവരുടെ പ്രത്യേകതയാണ്, ഇവർ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വാ തുറന്ന് സംസാരിച്ചവരാ. സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വാ തുറന്ന് സംസാരിച്ചവർ. സത്യം നിഷേധിക്കപ്പെടുന്നത് കാണുമ്പോൾ, സത്യം ചവിട്ടി പതിക്കുന്നത് കാണുമ്പോൾ വാ പൂട്ടി മിണ്ടാതിരുന്നവരുണ്ട്. അവരെല്ലാം പാപം മൂലം മരുഭൂമി നിബദിച്ചു. ഒരെണ്ണം കർത്താവ് വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചില്ല. കർത്താവിൻ്റെ ആത്മാവിനും കർത്താവിൻ്റെ വചനത്തിനും കർത്താവിൻ്റെ വിശ്വാസത്തിനും എതിരായി സംസാരിക്കുന്ന വിശ്വാസ നിന്ദകരുണ്ട്. അന്നും വിശ്വാസ നിന്ദകരുണ്ടായിരുന്നു, അന്നും മൂകതയോടെ ഇരുന്നവരുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്നും ഈ സ്വഭാവം ഉണ്ടായിരുന്നു. കുറേ പേരങ്ങൾ ഒച്ചവെക്കും, ബാക്കിയുള്ളവരും ഉണ്ടാതിരുന്നു. അങ്ങനെ 6 ലക്ഷം പേര് മരുഭൂമി മരിച്ചു. അവർ കർത്താവ് പറഞ്ഞിങ്ങനെയാണ്: അവരിൽ ഒരാൾ പോലും ഞാൻ വാഗ്ദാനം ചെയ്ത എൻ്റെ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കില്ല. എന്നാൽ ഈ 2 പേര് മാത്രം, കാലബും ജോഷുവായും, അവർ പ്രവേശിച്ചു എന്ന് മാത്രമല്ല, കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് ശക്തി ക്ഷയിക്കുക, കുടുംബം ക്ഷയിക്കുക, അകാല മരണം പെരുകുക, വംശം ക്ഷയിക്കുക. ദൈവത്തിൻ്റെ വചനം നോക്കുക. ആ കാലബ് അധ്വാനിച്ച് കുടുംബം ശക്തിപ്പെടുത്തിയെന്നല്ല, കർത്താവ് കാലബിന് ശക്തി കൊടുത്തുകൊണ്ടേയിരുന്നു. വാർദ്ധക്യം വരെ ശക്തി കൊടുത്തുകൊണ്ടിരുന്നു. അവൻ മലമ്പ്രദേശങ്ങൾ കൈയടക്കി മക്കൾക്ക് അവകാശമായി കൊടുത്തു. 2ാം വത്തിക്കാൻ കൗൺസിൽ കൂടുന്ന സമയത്ത് 2000-ൽ പരം ബിഷപ്പുമാരും കർദിനാളന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ എഴുന്നേറ്റ് നിന്ന് എന്തിനു വേണ്ടിയാണ് ഈ കൗൺസിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. ആ ആമുഖ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ ഈ കൗൺസിലിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്: സത്യം സംരക്ഷിക്കപ്പെടണമെന്നും സത്യം പ്രചരിപ്പിക്കപ്പെടണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, സത്യം സംരക്ഷിക്കപ്പെടണം. നമുക്കറിയാവുന്ന സത്യങ്ങൾ കൃത്യമായി പറയുകയും ആ കൃത്യമായി അറിയുന്ന സത്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്. 2, അറിയാവുന്ന സത്യം പറയണം. അറിയാവുന്ന സത്യം പറയണം. അറിയാവുന്ന സത്യം പറയണം. അത് മൂകത ബാധിച്ച് നമ്മൾ മിണ്ടാതിരിക്കരുത്. ഒരു കാര്യം അറിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ ആ സത്യം ലംഘിക്കപ്പെടുമ്പോൾ നമ്മളത് പറയണം.
അത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിലും വെയിറ്റിംഗ് ഷെഡിലാണെങ്കിലും റോഡിൽ കൂടെ നടന്നു പോകണമെങ്കിലും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ അവിടുത്തെ ആരാണോ കാണുന്നത് അവർ നമ്മളെ ശാസിക്കും. ഇനി ആളുടെ മകനൊന്നും നോക്കില്ല, അവർ നമ്മളെ ഇതങ്ങനെയല്ല ചെയ്യരുത് എന്താ കുട്ടിയെ എന്ന് പറഞ്ഞ് നമ്മളെ ശാസിക്കും, നേർവഴിക്ക് നടത്തും. ഇന്ന് നിസ്സംഗതയാ. ആരെന്ത് ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിസ്സംഗത. എന്തെങ്കിലുമൊക്കെ ഓർത്തിട്ടായിരിക്കും, എനിക്ക് ഇതിങ്ങനെ ചെയ്താൽ എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടാവും, എന്നെ എന്തെങ്കിലും കേസ് പെടുത്തുമായിരിക്കും, എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അവനവൻ്റെ പല കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. പക്ഷേ ഇത് വലിയ പാപമാണ് സഹോദരങ്ങളെ, നിസ്സംഗത. ഇത് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു. ഇതേപോലെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ വാർഡിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ, നിങ്ങൾ മരിച്ചടക്കിന് പോകുമ്പോൾ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഓണാക്കുമ്പോൾ, നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ, ഓരോ സ്ഥലത്ത് സത്യം ചവിട്ടി മതിക്കപ്പെടുന്നത് കാണുമ്പോൾ, നിരക്കാത്ത കാര്യങ്ങൾ നടക്കണം കാണുമ്പോൾ, അയ്യോ ഇത് ശരിയല്ലോ, ഇത് തെറ്റ്, ഇതെന്തെങ്ങനെ പറയണത്? നാം സത്യത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അറിയാവുന്ന സത്യങ്ങൾ നമ്മൾ പറയണം. നാം മിണ്ടാതിരിക്കരുത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. എനിക്കറിയാം ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഇത് വിശുദ്ധ കുർബാനയാണ്, ഇത് കുമ്പസാരാണ്, ഇതിനെതിരെ ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് പള്ളിയാണ്, ഈ പള്ളിക്കെതിരെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് വിശുദ്ധ സ്ഥലമാണ്, ഇതിനെ ഡെസ്ക്രേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാവുന്നത് പറയണം. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം. ഈ കാലബും ജോഷുവയും എന്താ ചെയ്തത്? അവരുടെ മക്കളും കുടുംബവും തലമുറ എല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഈ കാലബും കൂട്ടരും എന്താ ചെയ്തതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സംഖ്യയുടെ പുസ്തകം 13-14 അധ്യായങ്ങളിലാണ്. അത് 13-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ജനം പുറപ്പാട് കാലഘട്ടത്തിൽ പുറപ്പെട്ട് വന്നപ്പോൾ അവർ ജെറീക്കോ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തൊട്ടടുത്തെത്തി. ജെറീക്കോ കീഴടക്കാൻ വേണ്ടി ചെന്നപ്പോൾ അത് വളരെ ശക്തമായൊരു രാജ്യമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ചാരന്മാരെ വിട്ട് ഈ രാജ്യത്തെ ഒറ്റുനോക്കണം, നിങ്ങൾ ഈ രാജ്യത്ത് നിരീക്ഷണം നടത്തണം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് രാജ്യത്തെ നിരീക്ഷിക്കാൻ വേണ്ടി വിട്ടു, ചാരന്മാരെ വിട്ടു. ഇസ്രായേലിൻ്റെ തലവന്മാരായിരുന്ന കുറേ പേരെ മോശ തിരഞ്ഞെടുത്ത് കാനാൻ ദേശം നിരീക്ഷിക്കാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു. 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ, വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുവിൻ. ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം. ഈ നിർദ്ദേശം കൊടുത്ത് മോശ ഈ നേതാക്കന്മാരെ അയച്ചു. അതിനുശേഷം അടുത്ത വാക്യങ്ങൾ 27-ഉം 28-ഉം വാക്യങ്ങൾ. സംഖ്യ 13, 27-ഉം 28-ഉം വാക്യങ്ങൾ. അവർ പോയി. അവർ ഒരു 40 ദിവസം അവിടെ നിരീക്ഷണം നടത്തിയതിന് ശേഷം അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാലും തേനും ഒഴുകുന്നതാണ് അത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കീമിൻ്റെ വർഗ്ഗക്കാരെയും ഞങ്ങൾക്ക്, അനാക്കീമിൻ്റെ ആളുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ദേശം പോയി നിരീക്ഷണം നടത്തി തിരിച്ചു വന്ന് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ അനാക്കീമിൻ്റെ മല്ലന്മാരെന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ കുറച്ച് അർദ്ധസത്യം പറഞ്ഞു. രാജ്യം നല്ലതാണ്, പഴങ്ങളുണ്ട്, രാജ്യം എല്ലാം നല്ലത് പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് കാര്യം പർവ്വതീകരിച്ച് അങ്ങോട്ട് പറഞ്ഞു. അതെ, അവിടെ പോയ ഒരൊറ്റ ജീവൻ അവിടെ ഇരിക്കുകയില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്നുള്ള വിധത്തിൽ പർവ്വതീകരിച്ച് പറഞ്ഞു, ഭയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായി? മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലബ് രംഗപ്രവേശം ചെയ്തു. കാലബ് സാധാരണ അന്ന് വരെ ഇതുവരെ പേര് കേട്ടില്ലാത്തൊരു നേതാവായിരുന്നു കാലബ്. ഈ നേതാക്കന്മാരെല്ലാം കൂടെ കൂടിയിട്ട് മോശയുടെയും ജനങ്ങളെല്ലാം ഇതുപോലെ ജനങ്ങളും സമൂഹം സമ്മേളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുങ്ങളിങ്ങനെ പറയണ കേട്ടപ്പോൾ ജനങ്ങളുടെ എല്ലാം ഹൃദയം അങ്ങോട്ട് ആകെ പരവശമായി, ഭയം കൊണ്ട് നിറഞ്ഞു. അവർ കിടന്ന് ഭയചകിതരായി അതും പറയാൻ തുടങ്ങി. ഉടനെ കാലബ് എഴുന്നേറ്റു. കാരണം സത്യമല്ല, ഇത് ഒരു പ്രത്യേക കിംവദന്തിയാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭയമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് കാലബ് കണ്ടു. ഉടനെ കാലബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിശബ്ദരാക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ
കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല, അവർ നമ്മേക്കാൾ ശക്തന്മാരാണെന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുപക്ഷെ എതിരഭിപ്രായം പറയുന്നവരായിരിക്കും. നമ്മളൊരു പൊതുയോഗത്തിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന സത്യം നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ള എല്ലാവരും അഭിപ്രായപ്പെട്ടു. എന്താ പറഞ്ഞത്? ഈ കാലബും ജോഷുവയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അങ്ങോട്ട് പോകണ്ട, നമ്മളെ നശിക്കും, നമ്മളെ കൊല്ലും, ആ നാട് നമുക്ക് കിട്ടില്ല, നമ്മളവർ വിഴുങ്ങും, ഇങ്ങനെയൊക്കെ ഭയം പറയാൻ തുടങ്ങി. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയും. ഞങ്ങൾ അവിടെ കണ്ട മനുഷ്യരോ അതികായന്മാർ, നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിമിൻ്റെ മല്ലന്മാരായ മക്കളെയും ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് തോന്നിപ്പോയി. അവരുടെ മുമ്പിൽ ഞങ്ങൾ വിട്ടിലുകളാണെന്ന് തോന്നിപ്പോയി. അവർക്കും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെയൊക്കെ തോന്നി കാണുമായിരിക്കും. ഇവർ ഓരോ കിംവദന്തി, അവർ ഭയം പറയുകയാണ്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നതാണ്, തെറ്റായ ധാരണ നൽകിക്കൊണ്ട് പറഞ്ഞു. എന്താ? ഒരു വ്യക്തി ഒരു സ്ഥലം കാണും, എല്ലാവരും ഒരുപോലെയല്ല ഒരു കാര്യത്തെ കാണുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഭയമുള്ളവർ ഭയത്തിൻ്റെ കാഴ്ചപ്പാടിലേ കാണുള്ളൂ. അവർ ഭയം തന്നെ പറയും. ധൈര്യമുള്ളത് ധൈര്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണും, അവർ ധൈര്യം പറയും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇവരുടെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ ചൈതന്യം അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് കാലബ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അതിൻ്റെ കാര്യം ഇതാണ്, അവരെ നയിച്ച ചൈതന്യം വ്യത്യാസപ്പെട്ടതായിരുന്നു. അപ്പോൾ ദൈവത്തിന് കൃപയുള്ളവർ ദൈവത്തിന് കൃപയുടെ കാഴ്ചപ്പാടി കാണും. ദൈവത്തിന് കൃപയില്ലാതെ ഭയമാണ് ഇരിക്കണമെങ്കിൽ ഭയത്തിൻ്റെ കാഴ്ചപ്പാടി കാണും. അയ്യോ ഒന്നും വേണ്ട, അയ്യോ എല്ലാം തിന്ന് നമ്മൾ വിഴുങ്ങിക്കളയും, നമ്മൾ തിന്നുകളയും, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ കാലബിൻ്റെ ഉള്ളിൽ വേറൊരു ചൈതന്യമാണ്. കാലബ് പറഞ്ഞു, നോ, ദൈവം അത് ഏൽപ്പിച്ചു തന്നു, ആ സ്ഥലം നമുക്കുള്ളതാണ്, അവർ നമ്മൾക്ക് കീഴടങ്ങും, നമുക്കതിന് ശക്തിയുണ്ട്, നമുക്ക് ഉടനെ പുറപ്പെടാം. പറയാൻ ഒരാളേ ഉള്ളൂ, പക്ഷെ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഇങ്ങനെ കാലബ് ജോഷുവയെ പറഞ്ഞെങ്കിലും ബാക്കിയുള്ളൊരു ഭൂരിപക്ഷം നിങ്ങൾ മനസ്സിലാക്കുക. 14-ാം അധ്യായം 1 തൊട്ട് 10 വരെ വാക്യങ്ങൾ വായിക്കാം. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ നേതാക്കന്മാരിൽ നിന്ന് ഭയം എങ്ങോട്ട് കയറി? നേതാക്കന്മാരിൽ നിന്ന് ഭയം ജനങ്ങളിലേക്ക് കയറി. ലക്ഷക്കണക്കിന് പേർ ജനങ്ങൾ അവർ ഉറക്കെ നിലവിളിച്ചു. എന്നാൽ അവർ എഴുന്നേറ്റ് പറയണ്ടേ, ആ കാലബിൻ്റെ കൂടെ നമുക്ക് പോകാം എന്ന് പറയണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്സംഗരായ ജനം വിനാശം ചുമക്കേണ്ടി വരും. സത്യത്തിന് വേണ്ടി എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കണം, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം, എഴുതേണ്ട സമയത്ത് എഴുതണം. അത് വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിൽ ഒരു വാക്കാണെങ്കിൽ ഒരു വാക്ക് പറയേണ്ട സമയത്ത് പറയണം. ആ ജനം മുഴുവൻ ഒരു അക്ഷരം മിണ്ടിയില്ല. ഒരു കരച്ചിൽ, ആർക്ക് വേണമെങ്കിൽ കരച്ചിൽ, ഭയങ്കരമായിട്ട് കരച്ചിൽ. രാത്രി മുഴുവനും ജനം മുഴുവൻ നിലവിളിച്ച് അവർ മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, കരച്ചിൽ കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കയറി. ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ആവശ്യമില്ലാത്ത വെടല വാക്കുകൾ എന്ന് പറഞ്ഞ കൃപയില്ലാത്ത വാക്കുകൾ, ഭയത്തിൻ്റെ വാക്കുകൾ, അധപതിച്ച വാക്കുകൾ. ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, അതിനു വേണ്ടിയിട്ടാണ് ദൈവം അങ്ങോട്ട് കൊണ്ടുവന്നത്. വാളിനിരയാകാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കർത്താവിനെതിരായി. ആ തക്ക സമയത്ത് ശരിക്കും ശക്തമായി സംസാരിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റേജ് ദൈവദൂഷണമാണ് വരാൻ പോണത്. ദൈവനിന്ദ, ദൈവദൂഷണം, വിശ്വാസ നിന്ദ, ഇത് സംഭവിക്കും. കർത്താവ് ഞങ്ങൾ എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു? കർത്താവ് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കെതിരെയായി തീരുമല്ലോ, ഇതിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു തലവനെ തിരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹ്റോനും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണു. നേതാക്കന്മാർ കമിഴ്ന്നു വീണു. നമ്മുടെ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർക്ക് പലപ്പോഴും ചില സമയത്ത് അവർക്കൊന്ന് ഇതെല്ലാം കണ്ട് അവരെന്ത്, ഈ ജനത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല, കാലബിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥിതിയാവും. പ്രൈസ് ദി ലോർഡ്. അവർ കമിഴ്ന്നു വീണു.
ദേശം ഒറ്റുനോക്കാൻ പോയപ്പെട്ട നൂനിൻ്റെ മകൻ ജോഷുവായും യെഫുന്നയുടെ മകൻ കാലബും അപ്പോൾ അവിടെ എഴുന്നേറ്റ് വീണ്ടും അവർ വസ്ത്രം കീറി, അവരെഴുന്നേറ്റു. അവർ പറയാൻ തുടങ്ങി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മളെ അങ്ങോട്ട് നയിക്കും. തേനും പാലും ഒഴുകുന്ന ദേശം നമുക്ക് തരും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരകളാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. ഇവർക്കുള്ള കൃപയുടെ ചൈതന്യം അനുസരിച്ച് ഇവർ കണ്ട കാര്യം ഇവർ പറഞ്ഞു. നോക്കിയേ, ഇപ്പോൾ നേതാക്കന്മാർ മാത്രമല്ല, നേതാക്കന്മാരും ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ട്. മോശയും അഹ്റോനും അവിടെ കമിഴ്ന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഇവർ രണ്ടുപേരും മാത്രം. പക്ഷെ അവരാരെയും ഭയപ്പെട്ടില്ല. അവർ ജനത്തെ ഭയപ്പെട്ടില്ല. അവർ ഭൂരിപക്ഷത്തെ ഭയപ്പെട്ടില്ല. അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ദൈവത്തിന് വേണ്ടി അവർ സംസാരിച്ച്, സത്യത്തിന് വേണ്ടി അവർ സംസാരിച്ച്. അവർ പറഞ്ഞു, ഇത് ദൈവം ഏൽപ്പിച്ചതാണ്. ദൈവമാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവമാണ് പോകാൻ പറഞ്ഞത്. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. ദൈവം പറഞ്ഞാൽ പോണം. അവർ നമുക്ക് കീഴ്പ്പെടും. ഹല്ലേലൂയ. പക്ഷേ അപ്പോൾ തന്നെ ജനങ്ങൾ എന്താ പറഞ്ഞത്? എന്നാൽ ജോഷുവായെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ അതിന്നും പറയും. ജോഷുവായെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ, ഒരൊറ്റ ആൾ പോലും ഇവരുടെ സൈഡില്ല, കൂട്ടില്ല. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ ഉടയവനായ ദൈവം നമ്മളെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് സംസാരിക്കുന്നവരുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ മാറി. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ഇവരിത്രേ സംസാരിച്ചുള്ളൂ. ജോഷുവയും കാലബും ഇത്ര സംസാരിച്ചു. രണ്ടുപേരുണ്ടായിരുന്നു. അവർക്ക് അറിയാവുന്ന 3-4 സെൻറ്റൻസൊക്കെ പറഞ്ഞു. ബാക്കി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിച്ചു. അവർ വീണ്ടും മുന്നോട്ട് നീങ്ങി. അവർ ആ കാനാൻ ദേശം പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ സംഗതി അവസാനിക്കുന്നില്ല. സത്യത്തെ ചവിട്ടി മതിച്ചവരും സത്യത്തോട് മല്ലടിച്ച് നിന്നവരെയും തിരസ്കരിക്കപ്പെടുന്ന ദയനീയമായൊരു കാഴ്ചയാണ് സംഖ്യയുടെ പുസ്തകം 14:24. എൻ്റെ ദാസനായ കാലബ് അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. എപ്പോഴും കർത്താവ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അവൻ സത്യത്തിന് വേണ്ടി സംസാരിച്ചതാണ്. അവൻ വാ തുറന്നാണ്. അവൻ സംസാരിക്കുന്നവനാണ്. ഞാൻ അവൻ്റെ കാര്യം നോക്കും. ഞാൻ അവനെ കൊണ്ടുപോകും. അവൻ്റെ സന്തതികൾക്ക് ഞാനത് കൊടുക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. ഭൂരിപക്ഷം എന്ത് പറയണം നോക്കിയിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് ചെരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യണത്. അറിയാവുന്ന കാര്യം പറയുന്ന ഒരു ചൈതന്യമായിരുന്നു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അറിയാവുന്ന കാര്യം പറയണം. അറിയാവുന്ന ഒരു ആത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേറ്റ് നിൽക്കണം. ദേ, ഇത് ശരിയല്ല, ഇത് നന്നല്ല, ഇത് നമുക്ക് ചേർന്നതല്ല, ഇത് സഭയുടെ വിശ്വാസം ചേർന്നതല്ല. നമ്മൾ സംസാരിക്കണം സഹോദരങ്ങളെ. അതാണ് പ്രഭാഷകൻ 46:7 നമ്മൾ വായിച്ചത്. 46:7-8 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. കർത്താവ് അവനെക്കുറിച്ച് പിന്നീട് എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ട് ജനത്തെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. 2 പേർ ഒറ്റയ്ക്ക് പോരാടി. അങ്ങനെ തടയാൻ വേണ്ടി കുറേ പേര് വേണമെന്നില്ല. ഒരൊറ്റ ആൾ വിചാരിച്ചാൽ മതി, തടയാൻ പറ്റും. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബം, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പനെ ഒരു 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 അജ്ഞാതൻ വന്ന് വളരെ ക്രൂരമായി മർദ്ദിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ല? ഒരു അജ്ഞാതൻ എവിടുന്ന് വന്ന് കയറി വന്ന് ക്രൂരമായി അടിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്നിച്ച് ധ്യാനം കഴിഞ്ഞ് നടന്നു പോവുകയാണ്. ആ ധ്യാനത്തിൻ്റെ സ്പിരിറ്റിൽ അപ്പം പറഞ്ഞു, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ. അപ്പം തിരിച്ചടിക്കണില്ല. അപ്പം ക്ഷമിച്ചോണ്ട് നിൽക്കുകയാണ്. അത് ക്ഷമയാണ്. അപ്പം ക്ഷമിച്ചോണ്ട് നിൽക്കുകയാണ്. ഉടനെ മൂത്ത മകന്, രണ്ടാമത്തവന്, മൂന്നാമത്തവന് കൂടെ നിൽപ്പുണ്ട്. അവരും മിണ്ടാതെ കയ്യും കെട്ടി നിൽക്കുക. ക്ഷമിച്ചു, അടിച്ചോട്ടെ, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു തന്നാലോ? അത് ക്ഷമയല്ല. ഒരു മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ തടയേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പന് പ്രൊട്ടക്ഷൻ കൊടുക്കണം നമ്മുടെ ഡ്യൂട്ടിയാണ്.
അപ്പൻ ക്ഷമിച്ചത് ക്ഷമ. ഓക്കെ, അപ്പനെ അടിച്ചു. അപ്പൻ പറഞ്ഞു സാരമില്ല, ഓക്കെ, അറിവില്ലാത്ത ഒരു അജ്ഞാതൻ എവിടുന്ന് വന്ന് എന്നെ അടിച്ച്, സാരമില്ല, ഞാൻ ക്ഷമിച്ചു, ഞാൻ കേസ് പറഞ്ഞ് ക്ഷമിച്ചു, ഓക്കെ, അതോക്കെ. പക്ഷേ കൂടെ നിൽക്കുന്ന ഭാര്യ, കൂടെ നിൽക്കുന്ന മകൻ, കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, അവർ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ട് അടി കാണണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നാലോ? അത് നല്ലതല്ല അത്. അതിൻ്റെ പേരാണ് നിസ്സംഗത, ഇറസ്പോൺസിബിലിറ്റി, നിസ്സംഗത, ഇൻഡിഫറൻസ്, ഉത്തരവാദിത്വം ഇല്ലായ്മ. അത് പാപമാണ്. നിസ്സംഗത പാപമാണ്. പ്രഭാഷകൻ 4:23 ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. നിങ്ങളുടെ വൈദികരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം, വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരുപാട് പേരുടെ ചിന്ത ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട, ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ട, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ട, ഒന്നും ഉപയോഗിക്കേണ്ട, എല്ലാം അടച്ചുപൂട്ടിയിരുന്നാൽ മതി. എൻ്റെ ചിന്ത ആദ്യം അങ്ങനെയായിരുന്നു. ഇത് ഉപയോഗിക്കുന്നത് പാപമാണെന്ന് പോലും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സത്യത്തിൽ എന്താണ് തിരുസഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? തിരുസഭ പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങളെ പക്വതയോടെ ഉപയോഗിക്കാൻ നമ്മൾ പരിശീലിക്കണം, നമ്മളത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് നമ്മൾ വിശ്വാസം പ്രചരിപ്പിക്കണം. വെറുതെ ആമേൻ പ്രൈസ് ദി ലോർഡ് എന്നിടുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ പ്രൈസ് ദി ലോർഡ് എന്നിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കണം. ഇതാണ് അതിൻ്റെ സത്യം, ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, ഇതാണ് സഭയുടെ പ്രബോധനം. സഭയുടെ പ്രബോധനം സംസാരിക്കാനുള്ള ഒരു മതബോധന കേന്ദ്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുറക്കണം. ഇന്ന് ഒരുവിധം നല്ല സ്റ്റാൻഡേർഡുള്ള ആളുകളും ഒരുവിധം വിശ്വാസമുള്ള ആളുകളും ഒരുവിധം മാന്യതയുള്ള ആളുകളൊന്നും ആ രംഗത്തിൽ അവരെല്ലാം പിൻവാങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എന്തായി? അവിടെ തീരെ മോശമായ നെഗറ്റീവ് കാര്യങ്ങൾ ഭയങ്കരമായ വിധം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം സംജാതമായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയുടെ ഒരു ഉത്ബോധനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉദാസീനത നിമിത്തം നവസമ്പർക്ക മാധ്യമങ്ങളിലൂടെ സുവിശേഷം കൊടുക്കാതിരുന്നാൽ അതുവഴി സത്യം ഒരാൾ അറിയാതെ വരാൻ ഇടവന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവിൽ യേശുവിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ സഭ കുറ്റക്കാരിയായിരിക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കർത്താവേ, ഈ രാത്രി ഒരു കൃപ എനിക്ക് തരണം. അങ്ങയ്ക്ക് വേണ്ടിയും അങ്ങയിലുള്ള വിശ്വാസത്തിന് വേണ്ടി അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ സഹായിക്കണം. എന്നെ മൂകതയുടെ ആത്മാവിന് വിട്ടുകൊടുക്കരുത്. സത്യം സംസാരിക്കാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും ഇടവകയ്ക്ക് വേണ്ടി സംസാരിക്കാനും രൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാനും വിശ്വാസത്തിന് വേണ്ടി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളാനും എന്നെ അഭിഷേകം ചെയ്യണം. ആഗ്രഹിക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 8 മുതലുള്ള തിരുലിംഗ വിശുദ്ധ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പള്ളി ഞാൻ പണിയും, എൻ്റെ സഭ ഞാൻ പണിയും. പത്രോസ് എന്നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. കർത്താവ് സഭയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ സഭ എന്നാണ്. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെയാണ്. എൻ്റെ സഭ ഞാൻ പണിയും. ഈ 2000 വർഷങ്ങളായി കർത്താവ് അനേക ലക്ഷങ്ങളിലൂടെ കർത്താവിൻ്റെ സഭയെ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ എവിടെയാണ്? എനിക്കെൻ്റെ കർത്താവിൻ്റെ സഭയോട് സ്നേഹമുണ്ടോ? ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൈകൾ ഉയർത്തി, ഹൃദയം നുറുങ്ങി. യേശുവേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു എന്ന നാമം, യേശുവിലുള്ള വിശ്വാസം, ഇതൊക്കെ ഏറ്റുപറയാൻ ജീവിച്ചിരിക്കുമ്പോൾ അവസരം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായി കരുതണം. ഇപ്പോൾ മുട്ടുകുത്തി നിന്ന് 2 കരങ്ങൾ ഉയർത്തി
ഈശോയിലേക്ക് നോക്കി യേശുവേ എൻ്റെ ദൈവമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ യേശുവിന് അനുഭവം ഉണ്ടാവും. കരങ്ങൾ ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ കരങ്ങൾ ഉയർത്തി. നീ എന്നും മതിയായവൻ. എല്ലാ മക്കളും കൈകൾ ഉയർത്തി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ.